നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. യാതൊരു സ്ഥിര വരുമാനവുമില്ലാത്ത പോറ്റിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിച്ചതെന്നാണ് SIT അന്വേഷിക്കുന്നത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് SP ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ടെന്നാണ് വിവരം. 2025 മാത്രം പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് കാമാക്ഷി എന്റർപ്രൈസസ് എന്ന കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ എത്തിയിരുന്നു. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. സ്ഥിര വരുമാനമില്ലാത്ത പോറ്റിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ തുകകൾ അക്കൗണ്ടിലേക്ക് എത്തുന്നതെന്നാണ് പരിശോധിക്കുന്നത്. പോറ്റിക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന സംശയത്തിന് ശക്തി പകരുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളാണ്. ഈ വിഷയങ്ങളിലേക്കെല്ലാം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് SIT. പോറ്റിയുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് വിവരം. പോറ്റിയുടെ യാത്രാ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകളും സംഘം പരിശോധിക്കും. പോറ്റിയുമായുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതിന് കൂടിയാണ് പരിശോധന. വിജയ് മല്യ പൊതിഞ്ഞത് തനിത്തങ്കം തന്നെയാണെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട്. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ മേൽക്കൂരയിലും ദ്വാരപാലക ശില്പങ്ങളിലും പൊതിഞ്ഞ സ്വർണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. 1564.19 ഗ്രാം സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത്. മേൽക്കൂരയിൽ 15,219.98 ഗ്രാം സ്വർണവും പൊതിഞ്ഞു. തങ്കം പൊതിഞ്ഞതിന്റെ വിശദ വിവരങ്ങളുടെ ഈ കത്താണ് ദേവസ്വം വിജിലൻസിന്റെ പ്രധാന തെളിവ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1998 കാലത്ത് ശബരിമലയിലെ സ്വർണം പൊതിയുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരുടെ അടക്കം മൊഴികൾ വിജിലൻസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതേസമയം സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ SITക്ക് കൈമാറും. ദേവസ്വം ഉദ്യോഗസ്ഥർ വഴിയാകും രേഖകൾ കൈമാറുക.